ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെരി പെരി പാസ്തയാണ്. അതിന് വേണ്ടി സോസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്നും പറ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്ത് തക്കാളിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പാഴ്സലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ മിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കളറിന് വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഈ പാസ്തയാണ്. സോ അത് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഗാർലിക് പൗഡർ, പെപ്പർ, ഇത് ഒനിയൻ പൗഡറാണ്, ഒനിയൻ പൗഡർ, ക്യൂബ്സ്, പെരി പെരി മസാല, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇറ്റാലിയൻ സ്പൈസസ്, ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് നമ്മളുടെ പർമെസാനോ ചീസും യൂസ് ചെയ്യുന്നുണ്ട്. സോസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു സ്മോൾ പാക്കറ്റ് മോസറല്ല അതും ഇതിലിടുന്നുണ്ട്. അത് ആ ഒരു സ്ട്രെച്ചി പാസ്ത വേണമെങ്കിൽ മാത്രമാണ്. സോ ഞാനിപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, മിൻറ്റ്, അതേപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, അതേപോലെ വെളുത്തുള്ളി, ബീട്രൂട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇതിലേക്ക് ഞാനൊരു വെജിറ്റബിളിൻ്റെ ക്യൂബ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ചീസിൻ്റെ സ്ലൈസ് അല്ലെങ്കിൽ ക്യൂബായിട്ടുള്ള ചീസും യൂസ് ചെയ്യാം. അതൊക്കെ എൻ്റെ ഒരു സ്ലൈസ്ഡ് ചീസാണുള്ളത്. സോ അത് ഞാൻ ഇടും. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ്ഡ് ഇറ്റാലിയൻ ഹെർബ്സ് ഇടാം. നെക്സ്റ്റ് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. സോസ് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം ഞാൻ ഒരു കടായി വെച്ചിട്ട് അതിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് അതിലേക്ക് മഷ്റൂംസ് ഇടണം. മഷ്റൂം നന്നായി വാടിയതിന് ശേഷം കാണാം. ഇപ്പോൾ മഷ്റൂം ഈ പരിപാടിയിൽ നന്നായി വാട്ടി ഈ സമയത്ത് നമുക്ക് കുറച്ച് പെപ്പർ പൊടി ഇട്ടു. ഞാൻ ഇതേപോലെ കുറച്ച് പൊട്ടറ്റോ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് പൊട്ടറ്റോ ഇഷ്ടമായത് ജസ്റ്റ് പെപ്പറും സോൾട്ട് ഇട്ട് വറുത്ത് വെച്ചത് ചെറുതായിട്ട്. ശരിക്കും പാസ്തയിൽ പൊട്ടറ്റോ അങ്ങനെ ആരും ഇടില്ല. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. നന്നായൊന്ന് സോട്ടായി വരട്ടെ കേട്ടോ. സോ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ ആകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ച സോസ് ഒഴിക്കുക. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുക. തീ ഓൺ ചെയ്യുക.
ഉപ്പ് കുറവാണ്. ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. പാസ്തയിലും ഉപ്പില്ല, സോ അതുകൊണ്ട് ഉപ്പിടുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മളുടെ പെരി പെരി മസാല ഇടുന്നുണ്ട്. ഓനിയൻ പൗഡർ ഇടുന്നുണ്ട്, കുറച്ച് ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ചേർക്കുന്നവർ ബീട്രൂട്ട് ഒഴിവാക്കിയാൽ മതി, ബിക്കോസ് ബീട്രൂട്ടിന് ഒരു മധുരമുണ്ട്. അപ്പോൾ സോസ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാസ്ത ഇടണം. ഫുള്ള് ഇട്ടിട്ട് കാണാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നത് ചൂടാവട്ടെ. ചൂടായി തിളച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് പൊട്ടറ്റോ ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ പൊട്ടറ്റോ ഇടുകയാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇത് ഓപ്ഷനാണ്. ശരിക്കും ഇതിൽ ഈ ഡിഷിൽ ഇത് ഇടില്ല, പക്ഷെ ഞാനിത് എനിക്കിഷ്ടമായതുകൊണ്ട് ഇടുന്നതാണ്. എനിക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡ് മീറ്റ് ബോൾസോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചീസ് മോസറല്ല ഓക്കെ, ഇത് നന്നായിട്ട് ഒന്നിച്ച്. അപ്പം നമ്മളുടെ അടിപൊളി പാസ്ത അവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.